മക്കളെ നമ്മളെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അഥവാ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്പിറേഷൻ അഥവാ ശ്വസന ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആൽവിയോളാർ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റെസ്പിറേഷന്റെ പ്രോസസ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ വെറും 5 മിനിറ്റിനുള്ളിൽ മിസ് അത് സെറ്റ് ആക്കി തരാം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് പോസ് ചെയ്യുക ആൻഡ് മിസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഹാർട്ട് നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആൽവിയോളയിൽ വെച്ചിട്ടാണ് അല്ലെ. ഇതാണ് ആര്? നമ്മളുടെ ആൽവിയോളൈ. ഈ മഞ്ഞ കളറിലിരിക്കുന്ന ആളാണ് നമ്മളുടെ ആൽവിയോളൈ. ഓക്കെ, ഇതാണ് ആൽവിയോളൈ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ശ്വാസം എടുത്ത സമയത്ത് എന്തായി? ആൽവിയോളസിലേക്ക് നമുക്ക് ഓക്സിജൻ കയറി. ഓക്കെ, നമ്മളുടെ ഓക്സിജൻ എന്ത് ചെയ്തു? ദാ ഇങ്ങോട്ട് കയറി. ഓക്കെ, ഓക്സിജൻ ഇവിടെയൊക്കെ ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ആൽവിയോളസിന്റെ തൊട്ട് താഴെ കുറെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലെ. ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, അഥവാ രക്തലോമികകൾ ഉണ്ട്. അപ്പൊ ഈ രക്തലോമിക ഒന്നും ഓക്സിജൻ ഇല്ല. അപ്പൊ നമ്മളുടെ രക്തലോമിക ചോദിക്കും, ബ്ലഡ് വെസൽ ചോദിക്കും, കുറച്ച് ഓക്സിജൻ എനിക്ക് തരുമോ അല്ലെ. അപ്പൊ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഓക്സിജൻ വരും അല്ലെ. ഇവിടെ ഇവിടെ എന്താ നടക്കുക? ഇവിടെ ഡിഫ്യൂഷൻ ആണ് നടക്കുക അല്ലെ. ഈ ഓക്സിജൻ ഒക്കെ എന്ത് ചെയ്തു? നമ്മളുടെ ബ്ലഡ് വെസലിലേക്ക് എത്തി. ഈ ഓക്സിജൻ ഒക്കെ ബ്ലഡ് വെസലിലേക്ക് എത്തി. അപ്പൊ നമ്മളുടെ ഓക്സിജൻ ഏത് കയറി? നമ്മളെ ട്രെയിനിൽ കയറി. ട്രെയിനിന്റെ പേരാണ് ബ്ലഡ് വെസൽ എക്സ്പ്രസ്. ഓക്കെ, അപ്പൊ നമ്മളെ വാരണമായിരം ക്രിയേറ്റഡ് ഇൻ ബയോളജിയാണ് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സൂര്യ എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് കയറി. അപ്പൊ നമ്മളെ സുന്ദരിയായ നടി അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ഒരു ട്രെയിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സുന്ദരിയായ നടിയുടെ പേരാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ആ ഒരു സുന്ദരിയായ നടിയുടെ പേരാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ നമ്മുടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഹീമോഗ്ലോബിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് പോയിട്ടിരിക്കുകയാണ്. ഓ ശാന്തി ശാന്തി ഓ ശാന്തി. എന്ത് ചെയ്തു? ഹീമോഗ്ലോബിനും ഓക്സിജനും ഒന്നാവാണ് മക്കളെ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. ഓക്സി ഹീമോഗ്ലോബിൻ അല്ലെ. ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ യാത്ര തുടരുകയാണ്. ദാ ഇവിടുന്ന് തുടങ്ങി എന്ത് ചെയ്തു? ദാ ഇവിടെ വരെ എത്തി. അപ്പൊ നമ്മളെ സൂര്യചേട്ടന് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി മക്കളെ, ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. പക്ഷെ ഹീമോഗ്ലോബിൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? HbO2 സ്പ്ലിറ്റ് ആകുന്നു. ഓക്കെ, HbO2 ഒന്നിച്ചിരിക്കുന്ന അവരെന്താവുന്നു? രണ്ടാവുന്നു. കാരണം നമ്മളുടെ ഓട്ടുചേട്ടന് ഇറങ്ങാനുള്ള സമയമായി അല്ലെ. അപ്പൊ നമ്മൾ ഓട്ടുചേട്ടൻ ദാ ഇവിടെ എത്തി ഇങ്ങനെ നിൽക്കാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളുടെ ഓട്ടുചേട്ടൻ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മളുടെ ടിഷ്യൂ ഫ്ലൂയിഡിലേക്കാണ് പോവുക അല്ലെ. നമ്മളുടെ ടിഷ്യൂ ദ്രവത്തിലേക്കാണ് പോവുക. അവിടെ നിന്ന് അതെന്ത് ചെയ്യും? നമ്മളുടെ കോശത്തിനുള്ളിലേക്ക് കയറും. ഓക്കെ, ആദ്യം ടിഷ്യൂ ദ്രവത്തിലേക്ക് പോകും, ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് പോകും, എന്നിട്ട് സെല്ലിനകത്തേക്ക് കയറുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ സെല്ലാണ്. ഓക്കെ, സെൽ അഥവാ കോശം. ഓക്കെ, റെഡി. അപ്പൊ ഓക്സിജൻ എന്ത് ചെയ്തു? അവിടെ എത്തി. ഇനി നമ്മുടെ സൂര്യചേട്ടന്റെ കഥയാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളെ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം. സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം. റെഡി. അപ്പൊ കോശശ്വസനത്തിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, എവിടെ നിന്നാണ്? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ്. ഇതാണ് ആദ്യ ഘട്ടം. കോശദ്രവ്യം ആദ്യം കോശദ്രവ്യത്തിലേക്കല്ല വരിക. അപ്പൊ ആദ്യം നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത് എന്നാൽ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വന്ന ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൈറുവിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജനെ ഉപയോഗിക്കുന്നില്ല. നമുക്കിവിടെ 2 ATP ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നടക്കുന്ന എവിടുന്ന? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ച് എന്ത് നടക്കും? പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തുണ്ടാവുന്നുണ്ട്? 28 ATP ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഓക്സിജനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലേ. അതാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇദ്ദേഹത്തെ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പൊ എന്തായി? നമ്മുടെ സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു. ഓക്കെ, സെല്ലിനകത്ത് എന്തായി? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചു. ഫുൾ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു. ഓക്കെ, അപ്പൊ ഫുൾ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒഴിവാക്കണം അല്ലെ. അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസലിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവും അവിടെ കൂടുതലും ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആദ്യം എന്ത് ചെയ്തു? ദാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി, നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് ഇറങ്ങി. ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് അത് എങ്ങോട്ട് കയറി? നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് കയറി. ഓക്കെ,
ബ്ലഡ് വെസലിലേക്ക് കയറി. എന്നിട്ട് അവർ പോകുന്നു. ആ പോകുമ്പോൾ ഇവർ ട്രെയിനിൽ കയറുകയാണ് ചെയ്തത് അല്ലേ. അപ്പൊ ട്രെയിനിൽ കയറിയപ്പോൾ നമ്മളെ CO2 എന്ന് പറയുന്ന ഒരു റെമോ ആണ്. അങ്ങനെ ഒരാളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, 3 പേരെ ഒരേ സമയത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ CO2 എന്ത് ചെയ്തു, ഒരു 7% പ്ലാസ്മയ്ക്ക് കൊടുത്തു. എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നവരാണ് CO2. അപ്പൊ 7% പ്ലാസ്മയുടെ കൂടെ പോയി. ഓക്കെ, ബ്ലഡിന്റെ പ്ലാസ്മയുടെ കൂടെ പോയി. 23% നമ്മളുടെ ഹീമോഗ്ലോബിന്റെ കൂടെ കൂടിയിട്ട് എന്തായി, കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറി. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറി. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിന്റെ കൂടെ കാർബമിനോ ഹീമോഗ്ലോബിനായി മാറി. 70% നമ്മൾ RBCയിലുള്ള വെള്ളത്തിന്റെ കൂടെ കൂടി എന്തായി, ബൈകാർബണേറ്റ് ആയിട്ട് മാറി. ഇങ്ങനെ 3 ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഈ ഒരു ബ്ലഡ് വെസലിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ എവിടെ എത്തുന്നു, നമ്മളുടെ ആൽവിയോളയുടെ അടുത്തെത്തുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ആൽവിയോളസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ നോസ്ട്രിലൂടെ പുറത്തേക്ക് പോകുന്നു. കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മളുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഹോൾ പ്രോസസ്സ് ഇതാ ഇത്ര സമയം കൊണ്ട് മിസ് എന്ത് ചെയ്തു, 3 സ്ലൈഡുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്സിജനും നമ്മളുടെ ഹീമോഗ്ലോബിനും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കള് ഒന്ന് ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും വീഡിയോ ഇതേപോലെ ട്രിക്കൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വരച്ച് തന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണ് ടോപ്പിക് എന്നുള്ളതും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യുക.